ഇന്നലെ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന്റെ വാർത്ത എല്ലാ തന്ത്രങ്ങളും പയറ്റിയാലും കേരളത്തിൽ UDF രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് എഴുതി. ദേശീയ തലത്തിൽ അവർ നടത്തിയിട്ടുള്ള സർവേയിൽ കണ്ടെത്തിയിട്ടുള്ളത് ഈ കനുകോലു സിദ്ധാന്തത്തിന്റെ ഭാഗമായിട്ട് അവര് തന്നെ മുമ്പ് പറഞ്ഞു ഗവൺമെന്റ് വിരുദ്ധ വികാരമില്ല. അവർ തന്നെ നടത്തിയിട്ടുള്ള സർവേ സംബന്ധിച്ചുള്ള കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കനുകോലു ഈ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന്റെ വാർത്ത വെച്ച് UDFന് പ്രത്യേകിച്ച് കോൺഗ്രസിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് ഈ ന്യൂ ഇന്ത്യ എക്സ്പ്രസ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അവർക്ക് കിട്ടിയ വിവരം അത് പ്രസിദ്ധീകരിച്ചതാണ്. UDFന്റെ നുണക്കോട്ടകൾക്കൊന്നും കേരളത്തിലെ ഇടത് MLA-മാരുടെ ജനപ്രീതിയിൽ ഒരു തരി പോലും കുറവ് വരുത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് സർവേയിലെ കണ്ടെത്തൽ എന്ന് ഇന്ത്യൻ എക്സ്പ്രസ് പറയുകയാണ്. അപ്പോൾ ഇടതിന്റെ ഭൂരിപക്ഷം MLA-മാർക്കും വീണ്ടും ജയിച്ചു വരാൻ കഴിയും എന്നാണത്രേ സർവേ റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചത്. ഇത് കേരളത്തിന്റെ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ വളരെ പ്രധാനമാണ്. കാരണം ജനകീയമായ ഇടപെടൽ നടത്താൻ പറ്റിയ ഒരു 10 കൊല്ലാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലത്തുണ്ടായിട്ടുള്ള ഈ വികസന മുന്നേറ്റം. ആ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുത്തത് ഗവൺമെന്റാണെന്ന് പറയുമ്പോഴും 140 മണ്ഡലത്തിലെയും MLA-മാരാണ്. മുഖംതിരിഞ്ഞു നിന്ന ചില MLA-മാരുണ്ട്. അല്ലാതെ എല്ലാവരും ഈ വികസന പരിപ്രേക്ഷ്യത്തെ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചവരാണ്. ആ അർത്ഥത്തിൽ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞ സർവേ റിപ്പോർട്ട് തികച്ചും ശരിയാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നല്ല ജനകീയ അംഗീകാരമുള്ളവരാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി MLA-മാരെല്ലാം. ആരും അതിൽ നിന്ന് പിന്നോക്കം പോയി എന്ന് പറയാൻ സാധിക്കുന്നില്ല. അപ്പൊ അതിപ്പോ അവരെ അലോസരപ്പെടുത്തുന്ന ഒരു സമീപനമായിട്ട് വന്നിട്ടുണ്ട്.